ചക്ക എലിശ്ശേരിക്കുള്ള സാധനങ്ങളാണ് ഇത്. ചക്കച്ചുള അരിഞ്ഞത്, ചക്കക്കുരു മുറിച്ചത് ചെറുതായി, ചക്കക്കുരു, പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചുവന്നുള്ളി എല്ലാം കൂടി അരയ്ക്കുക. എന്നിട്ട് അടുപ്പത്ത് മുളക് പൊടി ചക്കയിലിട്ട് ചക്കക്കുരു ആയിട്ട് വേവിക്കുക. ശരിക്കുള്ള ചക്കക്കുരു ആദ്യം പാകത്തിന് വെള്ളം വെച്ച് ചക്കക്കുരു ഉപ്പുപൊടി മുളക് പൊടി ഇടുക. ഉപ്പുപൊടി മുളക് പൊടി ഉപ്പുപൊടി മുളക് പൊടി ഇടുക. പൊടി വെച്ച് ഇട്ടിട്ട് 2 വിസിൽ വന്ന ശേഷം ചക്ക ഇടുക. കുരു ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് ചക്കേൻ്റെ കൂടെ ഇടുമ്പോൾ ഈ ചക്കക്കുരു വേവ് ഇതാവൂല. ചക്ക ഇട്ട് ഉപ്പുപൊടിയും മുളക് പൊടി ഇട്ടിട്ട് വേവിച്ച ചക്കക്കുരു വേണത്. ഉപ്പുപൊടി മുളക് പൊടി ഇട്ട് വേവിച്ച ചക്കക്കുരു അതിൽ ചക്കേൻ്റെ ചുള ഇട്ട് എന്നിട്ട് ഒറ്റൊരു വിസിലും മതി വേവാൻ. വിസിലില്ലാതെ വേവിക്കുക. പെട്ടെന്നാവണമെങ്കിൽ ഒരു വിസിലിട്ട് വേഗമായി. ഇത് ചക്കയിലേക്ക് എലിശ്ശേരിയിലേക്ക് അരയ്ക്കാനുള്ള ജീരകം, മഞ്ഞൾപ്പൊടി, ചുമന്ന ഉള്ളി. ജീരകം, മഞ്ഞൾപ്പൊടി, ചുമന്ന ഉള്ളി ഇത് 3 കൂടി മിക്സിയിലേക്ക് ഇടുക. 3 കൂടെ മിക്സിയിലിടുക. നല്ലോണം ഒന്നുകൂടി അരയണണ്ട. ഈ അരവൊന്ന് കുറച്ചും കൂടെ അരിഞ്ഞാൽ എലിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ ഒരുപാട് നല്ലോണം അരയാനും പാടില്ല. ഈ പാകത്തിൽ അരഞ്ഞാൽ മതി. വറവിടാനുള്ള തേങ്ങ, ഉള്ളി, ചെറിയ ഉള്ളി, മുറിക്കുക. ചതക്ക അരിയുക. അങ്ങനെ പലവിധം ചെയ്യാം. എണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഒന്ന് നല്ലോണം കുറച്ചൊന്ന് മൂത്ത ശേഷം തേങ്ങ ഇട്ടാൽ മതി. തേങ്ങ ഇടാൻ ഇത് നന്നായിട്ടൊന്ന് ചുവന്ന് വന്നാൽ ചക്കക്കുരു ചക്കച്ചുളയും കൂടെ വെന്ത് പാകം വന്നു എലിശ്ശേരീൻ്റെ ഇതായി. അതിലേക്ക് തേങ്ങ അരച്ച് വെച്ച് ഒരു വിധം അരഞ്ഞാൽ നന്നായി വെണ്ണ പോലെ ഒന്നും അരയണ്ട. കറികൾക്ക് അരയ്ക്കണ മാതിരി ഈ തേങ്ങ ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിക്കുക. നാടൻ വിഭവങ്ങളാണ്. തിളപ്പിച്ച ശേഷം തേങ്ങ ഇവിടുന്ന് വറുത്തിട്ട് കരിവേപ്പില, തേങ്ങ, ഉള്ളി എല്ലാം കൂടി നല്ലോണം ചുവന്ന് നോക്കുമ്പോൾ അതിലേക്ക് കൊട്ടി നന്നായിട്ട് ഇളക്കി ചൂടോടെ വിളമ്പി കഴിക്കുക. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കരിവേപ്പിൻ്റെ ഇല വറവിനിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിള വരണം. ഉപ്പ്, എരിവ് എല്ലാം പാകത്തിന് ഇട്ടതാണ്. ഇത് നന്നായിട്ടൊന്ന് പാകം വന്ന ശേഷം നല്ല വെളിച്ചെണ്ണയിലാണ് മൂക്ക് കാണാൻ. എലിശ്ശേരി പാകം വന്ന് ഇനി ഇത് വറവ് ഇട്ടിട്ട് ഈ വറവ് കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് എലിശ്ശേരി ആക്കി അതിലേക്ക് ഇതാ തേങ്ങ, ചുമന്നുള്ളി, കരുവേപ്പില ഈ 3 സാധനം കൂടി നല്ല ചുവക്ക വറുത്ത് ഇതിലേക്ക് ഇങ്ങനെ കോരിയിട്ട് ഇടുക.
ഇതായത് കടുക് കൂടെ പൊട്ടിയിട്ട് ഈ കടുകും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്താൽ ചക്ക എരിശ്ശേരി റെഡി.